കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ന് അടിപൊളി കൂന്തൽ കിട്ടിയിട്ടുണ്ട്. ഈ കൂന്തലിന്റെ പേരാണ് സൂചി കൂന്തൽ. കൂന്തൽ എന്ന് മാത്രമേ എനിക്ക് പണ്ടൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ. ഇത്രയൊക്കെ കൂന്തലിന് പേരുണ്ടെന്ന് ഞാൻ ഇവിടെ വന്നേരാണ് അറിഞ്ഞത്. അപ്പം ഇതാണ് സാക്ഷാൽ സൂചി കൂന്തൽ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിനുള്ളിൽ നല്ല പഞ്ഞിയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ള കൂന്തലാണ്. അപ്പം എളുപ്പത്തിൽ തന്നെ ഞാനിതാ കത്രികനോണ്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിടുന്നുണ്ട്. ഇത് നമുക്ക് പൊരിക്കാൻ വേണം, നല്ല തേങ്ങ അരച്ച് കറിയും വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഈ കൂന്തൽ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് കുറേ കാലങ്ങൾക്ക് ശേഷം കിട്ടിയത് കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ള മസാല എല്ലാം സെറ്റാക്കി കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ഇതിങ്ങനെ ജസ്റ്റ് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സാറേ ഒന്നും പറയണ്ട, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഈ ചട്ടിയിലിട്ടാണ് ചോറ് വരെ തിന്നാറ്, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോഴേക്കും അപ്പുറത്തടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂന്തലും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം വേവണം കറിക്ക് വേണ്ടിയിട്ട്. ഈ ഉള്ളീൻ്റെ ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ അതങ്ങോട്ട് വെന്തോളും. കുറച്ച് നേരം നന്നായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു കൂന്തൽ മൊത്തത്തിലിട്ടിട്ട് അതിനകത്ത് നിറയെ പഞ്ഞുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാവുക നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതാ നല്ല അരപ്പും കൂടെ അരച്ചൊഴിച്ച് കുറച്ച് മുളക് പൊടിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ടപ്പോൾ നമ്മുടെ അടിപൊളി കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എപ്പോഴും ഫ്രൈ ഒക്കെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കറിക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂന്തൽ കറിയും വെച്ച് പൊരിക്കുകയും വെച്ചു, ഡിന്നറും റെഡിയായി. അപ്പോൾ ബൈ.